ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പയുടെ തീരത്താണ്. ഇവിടെയാണ് ആഗോള അയ്യപ്പ സംഗമം നാളെ നടക്കാൻ പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ, വലിയ വേദി അവിടെ തയ്യാറായി കഴിഞ്ഞു. തത്വമസി എന്ന് മുൻപിൽ എഴുതി വെച്ചിരിക്കുന്നു. അത് നീയാകുന്നു എന്നും എഴുതി വെച്ചുകൊണ്ട് ഇതാണ് അയ്യപ്പ സംഗമത്തിന്റെ വേദിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. 3 വേദികളിലായിട്ടാണ് നടക്കുന്നത്. അടുത്തടുത്തായിട്ട് 3 വേദികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ടൊരു ഷെഡ്യൂളും എത്തിക്കഴിഞ്ഞു. നാളെ രാവിലെ 9:30 ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടി അയ്യപ്പ സംഗമം അവസാനിക്കും. ഏതാണ്ട് 3000-ഓളം പ്രതിനിധികളാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. അത് രജിസ്ട്രേഷൻ വഴിയായിരുന്നു അങ്ങനെ പ്രതിനിധികളെ നിശ്ചയിച്ചിരുന്നത്, വരുന്ന അയ്യപ്പന്മാരെ നിശ്ചയിച്ചിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്, കർണാടകത്തിൽ നിന്നുണ്ട്, ആന്ധ്ര, തെലങ്കാന, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരും പങ്കെടുക്കും. അതിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും 3000 എന്നുള്ളതാണ് ആ സംഖ്യ, അത്രയും അയ്യപ്പന്മാർ. പിന്നെ പ്രത്യേക ക്ഷണിതാക്കൾ പങ്കെടുക്കും ആഗോള അയ്യപ്പ സംഗമത്തിൽ. ഇതിൽ പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് എങ്കിൽ പോലും ശബരിമലയുടെ വികസനം എന്ന ഒറ്റ ലക്ഷ്യം, ഇതാണ് ഇപ്പോഴും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സർക്കാരും ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് തയ്യാറെടുക്കുന്നത്. അതായത് ശബരിമലയുടെ വികസനം, അവിടെ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നില്ല, മറ്റൊരു വിഷയവും വരുന്നില്ല. പക്ഷേ ശബരിമലയുടെ ഭാവി വികസനം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. നേരത്തെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനൊക്കെ ഏറെ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ ഈ സമ്മേളനത്തിൽ, ആഗോള അയ്യപ്പ സംഗമത്തിൽ അവതരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വളരെ സുഗമമായി ദർശനം നടത്തി പോകുവാനായിട്ട് ചില ഘട്ടങ്ങളിലൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെടാറുണ്ട്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും പല സമയത്തും അങ്ങനെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഈ വരുന്ന പ്രതിനിധികൾ, അവർ അയ്യപ്പന്മാരാണല്ലോ, അവരുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഏത് രീതിയിലാണ് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടത്, ആ ഒരു കാര്യം ചർച്ച ചെയ്യും. അതുപോലെ തന്നെയാണ് മാസ്റ്റർ പ്ലാൻ, നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യും. ഇതാണ് പ്രധാനമായിട്ടും ചർച്ചാ വിഷയമായി വരുന്നത്. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു സെക്ഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ആത്മീയ തീർത്ഥാടനം എന്ന വിഷയത്തിലാണ്. അതായത് ഒരു സ്പിരിച്വൽ പിൽഗ്രിമേജ് എങ്ങനെ ശബരിമലയിൽ സാധ്യമാകും, അങ്ങനെ ഒരു ആഗോള ഖ്യാതി ശബരിമലയ്ക്ക് ഉണ്ടാവുക എന്ന ലക്ഷ്യം കൂടി ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ട്. എന്തായാലും ഇതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. രാവിലെ മുഖ്യമന്ത്രി വരുന്നു, ദേവസ്വം മന്ത്രി പങ്കെടുക്കും, അതുപോലെ തന്നെ മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ വരും. അങ്ങനെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് ആഗോള അയ്യപ്പ സംഗമം. പല സംശയങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാവാം. ഇത് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തിയതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ശബരിമലയ്ക്ക് കിട്ടാൻ പോകുന്നത്, ശബരിമലയുടെ വരുമാനം കൂട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഈ അയ്യപ്പ സംഗമം കൊണ്ട് സാധ്യമാകും, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വരാം. അതിൽ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് പല പദ്ധതികളും ഇതിനകം തന്നെ ശബരിമലയ്ക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതികളും ഈ അയ്യപ്പ സംഗമത്തിൽ അവതരിപ്പിക്കും. അപ്പോൾ അതിനുള്ള പണം മുടക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അവർ അവരുടെ പങ്കാളിത്തം എത്രത്തോളം ഇതിൽ നൽകാം എന്ന കാര്യം അറിയിക്കും. അങ്ങനെ ഒരു ചില പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ തയ്യാറായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കും എന്ന കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ശബരിമലയ്ക്കായി ഒരു വിമാനത്താവളം, അതുപോലെ തന്നെ റെയിൽപാത, ഇതിന്റെയൊക്കെ ചർച്ചകളും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി നടക്കും എന്നുള്ളതാണ്. ഇത് ഒറ്റയടിക്ക് ശബരിമലയുടെ വികസനം സാധ്യമാകുന്ന ഒന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയുകയില്ല. പക്ഷേ ഒരു ചർച്ച തുടങ്ങി വെക്കുന്നു എന്നത് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. വിമർശനങ്ങൾ ഒട്ടേറെ ഉയർന്നിട്ടുണ്ട്. ഈ സ്ത്രീ പ്രവേശന വിഷയത്തിലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അത് വിശ്വാസികൾക്ക് അനുകൂലമായിരുന്നില്ല. അപ്പോൾ പൊടുന്നനെ എങ്ങനെയാണ് അയ്യപ്പന്മാർക്ക് അനുകൂലമായിട്ട്, വിശ്വാസികൾക്ക് അനുകൂലമായിട്ട് ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നത് എന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം എന്തൊക്കെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ലക്ഷ്യമിടുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി, ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ പമ്പയിലുള്ളത്. രഞ്ജിത്ത് രാമചന്ദ്രൻ എന്നോടൊപ്പമുണ്ട്, അതുപോലെ തന്നെ ഡാൻ കുര്യനും എന്നോടൊപ്പമുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് എന്റെ കൂടെ ചേരുകയാണ്. രഞ്ജിത്ത്, രാവിലെ തന്നെ ഇവിടെ വന്നപ്പോൾ അത്ര വലിയ തിരക്ക് കാണാനുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിയിലുള്ള ആളുകളുടെ തിരക്ക്, ഇല്ലേ, ഓടി നടപ്പ്, അതുപോലെ തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കൽ, അങ്ങനെ ഒരു വലിയ കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു നിയന്ത്രണത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ഉള്ളൂ എന്നുള്ള സർക്കാർ പറഞ്ഞത് ശരിയാണെന്ന് തന്നെയല്ലേ? കാരണം ഇത്ര ആളുകളെ ഉണ്ടാവുകയുള്ളൂ, ചില ചർച്ചകൾ ഇവിടെ തുടങ്ങി വെക്കുന്നു, അത്രയല്ലേ ഉണ്ടാവുകയുള്ളൂ? തീർച്ചയായും. അതായത് ഇന്ന് ഇപ്പോൾ ഇതിന്റെ പ്രത്യേകത, ഇന്ന് ശബരിമല നട തുറന്നിരിക്കുന്ന ദിവസം കൂടിയാണ്. മറ്റന്നാൾ വൈകുന്നേരത്തോടെയാണ് ശബരിമല അടയ്ക്കുക എന്നതും പ്രധാനമാണ്. പക്ഷെ തീർത്ഥാടകരുടെ വരവ്, നമ്മളിപ്പോൾ വരുന്ന വഴിയിലായാലും തൊട്ടടുത്തായാലും ഇപ്പോൾ തൊട്ട് നമ്മുടെ പുഴയിൽ കാണുന്ന ഈ പമ്പയിലായാലും കുളിക്കുന്നവരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. അതായത് തീർത്ഥാടകർക്ക് ഒരു അപ്രഖ്യാപിത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെയും ഈ നിയന്ത്രണം തുടരും എന്ന് തന്നെയാണ്. ഇന്ന് തീരെ കുറവാണ്. കാരണം ഒരു ദർശന ദിവസം, പ്രധാനമായും ശബരിമല നട തുറന്നിരിക്കുന്ന ദിവസം ഇത്ര തീർത്ഥാടനം അല്ല വരേണ്ടത്. മലയാളികളുടെ എണ്ണം പ്രധാനമായും വളരെ കുറവാണ്. അയ്യപ്പന്മാരുമായിട്ട് സംസാരിച്ചു. ഇവിടെ പൊതുവെ ഇവിടെ
ഇവിടെ എത്തിയ അയ്യപ്പന്മാരുടെ അവരുടെ അഭിപ്രായം തേടിയപ്പോൾ അവർക്ക് പലർക്കും ഇങ്ങനെ അയ്യപ്പ സംഗമം ഇവിടെ നടക്കുന്നു എന്ന കാര്യം അറിയില്ല. എന്നുള്ളതാണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ നമ്മളോട് ചോദിക്കാൻ എന്താണ് ഇവിടെ ഒരു സംഭവം, ഈ സ്റ്റേഡിയം ഒക്കെ ഓഡിറ്റോറിയം കെട്ടിയിരിക്കുന്നത് എന്താണെന്ന് മലയാളികളായ അയ്യപ്പന്മാർക്ക് പോലും അറിയില്ല എന്നുള്ള, എന്തിനാണ് ഈ പന്തൽ കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 2 ദിവസം എന്തിനാണ് ശബരിമലയിൽ ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം അവർ ചോദിക്കുന്നുണ്ട്. കാരണം വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനെ നിയന്ത്രണം? കാരണം കന്നിമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ആ സമയത്ത് വരാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ അത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ പലരും യാത്ര റദ്ദാക്കി. അത് മാത്രമല്ല, ദേവസ്വം ബോർഡ് നമ്മളോട് പ്രസിഡന്റ് നമ്മൾ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴും ആ ഒരു അതൃപ്തി അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. കാരണം ഈ വിഷയത്തെ വല്ലാത്ത തോതിൽ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നടക്കുന്നു എന്നൊരു അതൃപ്തി അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ഞങ്ങൾ ഈ ശബരിമലയുടെ വികസനം മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്, അത് ആ തരത്തിൽ സംഭവിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടോ എന്ന് വേണം മനസ്സിലാക്കാൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സംസാരിക്കുകയുണ്ടായി. രഞ്ജിത്തിനോടാണ് സംസാരിച്ചത്. അദ്ദേഹം എന്താണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ലക്ഷ്യമിടുന്നത്, എന്തെല്ലാം വെല്ലുവിളി ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും നേരിടുന്നുണ്ട്, എന്തെല്ലാം വിമർശനങ്ങൾ വരുന്നു, ആരൊക്കെ പങ്കാളികളായി വരും, അദ്ദേഹത്തിന്റെ ഒരു ചില അഭിപ്രായങ്ങളുണ്ട്. അതൊന്ന് കേട്ടതിന് ശേഷം മടങ്ങിയെത്താം. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. നാളെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ സംഗമത്തിലേക്ക് ദേവസ്വം ബോർഡും സർക്കാരും മറ്റും കടക്കുന്നത്. നമ്മളൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പറും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി ചേരുന്നുണ്ട്. എന്താ ഈ അവസാനവട്ട തയ്യാറെടുപ്പ്? നന്നായി മുൻകരുതലുമായി ബന്ധപ്പെട്ട് നന്നായി തയ്യാറെടുത്ത് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കുറേയൊക്കെ ഡെലിഗേറ്റ്സുകൾ എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത്. അവരെല്ലാം സ്വീകരിക്കുവാനുള്ള നടപടിക്രമങ്ങൾ, രജിസ്റ്റർ ചെയ്യിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിയോടുകൂടിയാണ് നമ്മൾ ഔപചാരികമായി രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. 9:30 തന്നെ കൃത്യം ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ 3 സെഷനുകളുണ്ടാവും. ഒന്നാമത്തെ വേദിയിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ, രണ്ടാമത്തെ വേദിയിൽ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ, മൂന്നാമത്തെ വേദിയിൽ പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ 3 വിഷയങ്ങളിൽ കൂടി കൺസോളിഡേറ്റ് ചെയ്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി അത് വാലിഡേറ്ററി ഫംഗ്ഷനിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവതരിപ്പിക്കും. നാളെ തന്നെയാണ്. അതിലൊരു കമ്മിറ്റിക്ക് രൂപം നൽകും. ആ കമ്മിറ്റി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും നേതൃത്വത്തിലായിരിക്കും. അതിൽ ഓരോ ഇതിൽ ആവശ്യമായിട്ടുള്ള പര്യാപ്തമായ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ കമ്മിറ്റി. ആ കമ്മിറ്റി ആയിരിക്കും ഈ മാസ്റ്റർ പ്ലാൻ പിന്നെ വിഭാവനം ചെയ്യുന്ന, ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഹൈപ്പവർ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഈ ശബരിമലയുടെ അടിസ്ഥാന വികസനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. ഈ ഹൈന്ദവ സംഘടനകളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഇതുവരെയുള്ള സഹകരണത്തെക്കുറിച്ച് എന്താണ്? ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകൾ ഇതാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി, ഈ ദേവസ്വം ബോർഡ് നേരിട്ട് ഒരു പക്ഷേ ഈ അയ്യപ്പ സംഗമം നടത്തിയിരുന്നെങ്കിൽ, പൂർണ്ണമായും അവർ അതിന്റെ കാര്യകർത്താക്കളായിരുന്നെങ്കിൽ ഇത്രയധികം വിമർശനങ്ങൾ ഒരുപക്ഷെ അവർക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ല. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അതിന് അനുകൂലമായി സത്യവാങ്മൂലം കൊടുത്ത സർക്കാർ ഇതിന് മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വലിയ പ്രശ്നം. അതാണ് ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആദ്യം തന്നെ ഉന്നയിച്ച ആക്ഷേപം എന്ന് പറയുന്നത്, സർക്കാർ എങ്ങനെ, ഒരു മതേതര സർക്കാർ എങ്ങനെ ഒരു അയ്യപ്പ സംഗമം പോലെ ഹിന്ദു വിശ്വാസികളെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു പരിപാടി നടപ്പിലാക്കുന്നു. ദേവസ്വം ബോർഡ് അല്ലല്ലോ, സ്റ്റാലിനെ പോലും പോയി ക്ഷണിച്ചത് നമ്മുടെ ദേവസ്വം മന്ത്രിയാണല്ലോ എന്ന ഒരു ആക്ഷേപം. അതിന്റെ ഒരു അത് വല്ലാതെ വളർത്തിയെടുത്ത് വിശ്വാസത്തിനെതിരെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഫ്ലെക്സ് ബോർഡുകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിന്റെ ഒരു സാന്നിധ്യം നിഴലിച്ചു നിൽക്കും, മുഴിച്ചു നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഫ്ലെക്സ് ബോർഡുകളാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. അവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്, അയ്യപ്പന്റെ ഫോട്ടോ ഈ ബോർഡുകളിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയെന്ന്. അയ്യപ്പന്റെ ഒരു ചെറിയ ചിത്രമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷെ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ആ ഒരു ആരോപണം ഉന്നയിക്കും. കാരണം ഇത് സർക്കാർ ഹൈജാക്ക് ചെയ്തു ഇത്തരം ഒരു അയ്യപ്പ സംഗമത്തെ. അത് വിശ്വാസികൾക്ക് നേരത്തെ 2019 ഉണ്ടായ ആചാരം ലംഘിച്ചതുപോലെയുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിനെ ന്യായീകരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതിനുള്ള ഒരു പ്രായച്ചിത്തം എന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ
സർക്കാർ ചെയ്യുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും രഞ്ജിത്ത് പറഞ്ഞതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ദേവസ്വം ബോർഡ് മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുകയായിരുന്നുവെങ്കിൽ ആ വിമർശനം ഒഴിവാക്കാമായിരുന്നു. സർക്കാർ അല്ലെങ്കിൽ പാർട്ടി ദേവസ്വം ബോർഡിനെ ഹൈജാക്ക് ചെയ്തു എന്നുള്ള വിമർശനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈന്ദവ സംഘടനകൾ ആദ്യഘട്ടം മുതൽ ഇതിനൊരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കാത്ത സർക്കാർ, അതുപോലെ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇതുവരെ കേസുകൾ പിൻവലിക്കാത്ത സർക്കാർ ഇതിന് നേരിട്ട് നേതൃത്വം നൽകുമ്പോൾ എന്ത് ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. ഏതായാലും പക്ഷേ അതിനൊക്കെ അപ്പുറം മഞ്ജുഷ് വളരെ വിപുലമായ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാരിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവർ ഇതുവരെ ശബരിമലയിൽ സംഭവിക്കാത്ത ഒരു പദ്ധതിക്ക് തുടക്കമിടുന്നു. അതായത് ഭക്തരെ കൂടി ശബരിമലയ്ക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് കേൾക്കാനുള്ള ആശയങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ആശയ രൂപീകരണത്തിലേക്കാണ് അതുമായിട്ട് അയ്യപ്പന്മാർ സഹകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഓൺലൈനിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള ബുക്കിംഗ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാനുള്ള ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. 5000-ഓളം ആളുകൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു. അന്നേരത്തേക്കും അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. കുറേയേറെ പേർക്ക് ഇതിൽ നിന്ന് ഒഴിവാകേണ്ടിയിരുന്നു. അതായത് ആദ്യം ബുക്ക് ചെയ്ത 3000 പേർക്കാണ് പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ഡാൻ കുര്യൻ ഇതേക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഡാൻ ഇത് വിശദമായിട്ട് ഇവിടെ എല്ലായിടത്തും പോയി ഓരോ വേദികളും കണ്ട് എങ്ങനെയാണ് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് അത് ഈ അന്തിമഘട്ടത്തിൽ ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ഈ അയ്യപ്പ സംഗമത്തിന്റെ അന്തിമ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഡാൻ കുര്യൻ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കൂടി കാണാം. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പമ്പയിൽ വലിയ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ വരവേൽക്കുന്നതിന് വേണ്ടി അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി പമ്പയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് കീഴിൽ ഏറ്റവും വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രം എന്നതിന് അപ്പുറത്തേക്ക് ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക, അതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് വിപുലമായ ചില പദ്ധതികളാണ്. ഇതാണ്, അതായത് ഈ പവലിയനിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട വേദി. ഇവിടെയാണ് നാളെ രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5000-ഓളം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൌകര്യങ്ങളോട് കൂടിയ ജർമ്മൻ ടെന്റ് പന്തലാണ് ഇതുമായി ബന്ധപ്പെട്ട് സജ്ജമാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം സാധാരണയായി ഉയരം കൂടിയൊരു സ്ഥലമായതിനാൽ ചൂട് വളരെ കൂടുതലാണ്, ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവൻ ഇവിടേക്ക് എത്തുന്ന അതിഥികൾക്ക് ഈ കാലാവസ്ഥയിൽ ക്ഷീണം തോന്നാതെ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ദൌത്യമാണ്. പക്ഷേ അതിന് കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളോട് കൂടിയ വലിയൊരു വിപുലമായ ഒരു പന്തൽ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. ഇതിന്റെ പ്രത്യേകത ഇവിടെ ചൂട് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നു. മുഴുവനായും എയർ കണ്ടീഷൻ ചെയ്ത ഈ പന്തലിൽ ചൂട് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നതിനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെയുണ്ട്. ഏതാണ്ട് 3500 ആളുകൾക്ക് ഇരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഇവിടെ ഒരുങ്ങുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയിൽ അവസാനവട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അല്പസമയത്തിനകം അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. എന്തായാലും ഈ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4864 പേരായിരുന്നു ആകെ ഇതുമായി ബന്ധപ്പെട്ട ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തത്. അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത 3000 പേർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത 3000 പേർക്ക് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻ ദേവസ്വം ബോർഡ് തന്നെ നിശ്ചയിച്ച് നൽകുകയായിരുന്നു. അതിനുശേഷം ക്ഷണിക്കപ്പെട്ട മറ്റ് 500 അതിഥികൾക്ക് കൂടി, അതായത് ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച മറ്റ് 500 അതിഥികൾക്ക് കൂടി പങ്കെടുക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ. അങ്ങനെ മൊത്തം 3500 ആളുകൾ ആയിരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക. അതിൽ തന്നെ 18 ലോക രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് 260 പ്രതിനിധികൾ കൂടി ഉൾപ്പെടുന്നുവെന്നതാണ് ഇതിന്റെ ഒരു പ്രസക്തി
രാജ്യാന്തര തലത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നത്. നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ ഇപ്പോൾ തയ്യാറായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച അന്തിമമായ ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി ശബരിമലയെ ഒരു ഗ്ലോബൽ പിലിഗ്രിം സെന്ററാക്കി ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രധാനമായി ഇടം പിടിക്കുന്ന രണ്ടാമത്തെ വിഷയമാണ്. മറ്റൊന്ന് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ. ഇങ്ങനെ 3 സെഷനുകളായിട്ടായിരിക്കും ഇവിടെ നാളെ ഈ 3500 ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ചർച്ചകൾ നടക്കുക. ഇതിൽ ആദ്യ സെഷൻ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ പ്രൊഫസർ ബെജൻ എസ് കോത്താരി അദ്ദേഹം ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള ഉന്നതാധികാര സമിതിയുമായി ബന്ധപ്പെട്ട ആളാണ്. അതോടൊപ്പം ഡോക്ടർ പ്രിയഞ്ജലി പ്രഭാകരൻ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള ഉന്നതാധികാര സമിതിയുമായി ബന്ധമുള്ള ആളാണ് ഡോക്ടർ പ്രിയഞ്ജലി പ്രഭാകരൻ. അതോടൊപ്പം ഡോക്ടർ കെ ജയകുമാർ IAS അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി കൂടിയാണ്. അതോടൊപ്പം പ്രൊഫസർ ബി സുനിൽകുമാർ. അങ്ങനെ 4 പേരടങ്ങുന്ന പാനലായിരിക്കും ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ പ്രധാനപ്പെട്ട പാനലിസ്റ്റുകൾ. അതോടൊപ്പം രണ്ടാമത്തെ സെഷനിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആത്മീയ ടൂറിസം സർക്യൂട്ടായി ശബരിമലയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച നടക്കുക. അതിൽ TK നായർ പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതോടൊപ്പം ബിജു കെ IAS കേരള ടൂറിസം സെക്രട്ടറി, അതോടൊപ്പം എസ് സ്വാമിനാഥൻ കേരള ട്രാവൽ മാർട്ടിന്റെ സ്ഥാപകനാണ്. അതോടൊപ്പം ബേബി മാത്യു സോമതീരം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സോമതീരം ആയുർവേദ ഗ്രൂപ്പ്. ഇങ്ങനെ 4 പേർ അടങ്ങുന്ന രണ്ടാമത്തെ സെഷൻ. മൂന്നാമത്തെ സെഷനിൽ തിരക്ക് നിയന്ത്രിക്കുക, ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ എങ്ങനെ വേണം എന്ന കാര്യത്തിലും പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിൽ പ്രധാനമായി JK പുനൂസ് മുൻ സംസ്ഥാന പോലീസ് മേധാവിയാണ്. അതോടൊപ്പം S ശ്രീജിത്ത് ADGP പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ADGP ആണ്. അതോടൊപ്പം അജിത ബീഗം തിരുവനന്തപുരം റേഞ്ച് DIG, ഡോക്ടർ B പത്മകുമാർ പ്രിൻസിപ്പൽ ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ്, ഭീമാശേഖർ ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ഇങ്ങനെ ഇത്രയധികം ആളുകളായിരിക്കും. പ്രധാനമായി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ പ്രധാനപ്പെട്ട തസ്തികകളിൽ ഔദ്യോഗികമായി ചുമതലകൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഈ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 3ാം ഘട്ട ചർച്ചയുടെ ഭാഗമാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ 3 സെഷനുകളായിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുക. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം രാവിലെ 10:30ക്കാണ് പൊതുസമ്മേളനം, അതായത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പൊതു സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം 3 സെഷനുകളായിട്ടായിരിക്കും ഈ 3 വ്യത്യസ്ത തലക്കെട്ടുകൾ, അതായത് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടും ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഉൾപ്പെട്ട പാനലിസ്റ്റുകൾ ഉൾപ്പെട്ട ചർച്ചകൾ നടക്കുക. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ, സന്നിഗ്ധമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുവേണ്ടി സംസ്ഥാനം എല്ലാ രാഷ്ട്രീയ കക്ഷികളുമൊക്കെ ഒരുപോലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വിശ്വാസ സമൂഹത്തിനിടയിൽ കൃത്യമായി ചർച്ചയാകുന്ന തരത്തിലേക്ക് ഇങ്ങനെയൊരു ആഗോള അയ്യപ്പ സംഘവുമായി സംസ്ഥാന സർക്കാർ എത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അവിടെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതോടൊപ്പം വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തുക എന്നൊരു കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൂടിയുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെയാണ് അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള ഒരു നീക്കം പ്രതിപക്ഷ കക്ഷികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. 9.5 വർഷമായപ്പോൾ മാത്രമാണോ ഈ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചിന്തിച്ചത്, ഈ മാസ്റ്റർ പ്ലാനെ കുറിച്ച് ചിന്തിച്ചത് എന്ന മറുചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ ഈ അയ്യപ്പ സംഗമത്തെ ചെറുക്കാനുള്ള, പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ. അത് വിശ്വാസികളോടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുമായി പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോകരാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടടക്കം 260-ലധികം ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന, അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന വിവാദങ്ങൾ, തർക്കങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഏതാണ്ട് 10,000 കോടിയിലധികം രൂപയുടെ ഒരു ബൃഹത്തായ അനുബന്ധ വികസന പദ്ധതി, അതിന്റെ ഒരു ചർച്ചാവേദിയായി നാളത്തെ ഈ ആഗോള അയ്യപ്പ സംഗമം മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് ഈ നാടിന് ഏത് തരത്തിലായിരിക്കും, വിശ്വാസ സമൂഹത്തിന് ഒക്കെ ഒരു നന്മയായി മാറുക, അല്ലെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും രാജ്യത്തിന് ശബരിമല
ഒരു വികസനത്തിന്റെ നാന്ദി കുറിക്കലായി ശബരിമല മാറുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾ നടക്കും. അത് കൃത്യമായി സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് കേരളത്തിനെ മുഴുവൻ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള ഒരു വികസന പദ്ധതി കൂടിയായി മാറ്റുക എന്നൊരു വലിയ ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അരുൺ എമ്മിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇതാണ് ഡാൻ വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ പറയുകയുണ്ടായി. കാരണം എന്താണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ വെക്കാനുള്ള കാരണമെന്ന്. പക്ഷേ വിമർശനം ഉയരുന്നത് ഇത്രയും നാളായിട്ടും മാസ്റ്റർ പ്ലാനിന്മേൽ ഒരു തീരുമാനം എടുക്കാനായില്ല. അത് മാത്രമല്ല, മാസ്റ്റർ പ്ലാൻ ഇവിടെ അയ്യപ്പ സംഗമത്തിൽ ചർച്ചയ്ക്ക് വെച്ചതുകൊണ്ട് അത് നടപ്പിലാക്കുവാനായിട്ട് കഴിയും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം അതിന് പിന്നീട് അനുമതി വേണം. അത് മാത്രമല്ല, ശബരിമലയിൽ ഏത് തരത്തിലുള്ള വികസനം നടത്തുവാനും അത് കോടതിയുടെ അനുമതി വേണം, കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. ഇതൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇതാ വിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്, അവരുടെ പക്ഷമാണ് ഞങ്ങൾ എന്ന് പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയും. നിരവധി ആളുകളുടെ ഒപ്പീനിയൻസ്, അതായത് അത് അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുക, അത് ക്രോഡീകരിക്കുക, അതിനുശേഷം അത് വൈകുന്നേരത്തെ സെഷനിൽ അത് അവതരിപ്പിക്കുക, എന്തൊക്കെയാണെന്നുള്ളത് ഒരുപക്ഷെ അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങളായിരിക്കാം. അത് വൈകുന്നേരം ദേവസ്വം മന്ത്രി വി എൻ വാസവനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ധാരണയുണ്ട്. വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ന കാര്യങ്ങളാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, അത് ഒരു രൂപരേഖയായിട്ട് തന്നെ കൈവശമുണ്ട്, അത് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതേക്കുറിച്ചുള്ള അഭിപ്രായം അവിടെ വന്നിരിക്കുന്നവരോട് ചോദിക്കുന്നു. അതാണ് ഈ 3 സെഷനായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടി സ്വരൂപിച്ച ശേഷം ഇത് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി നിശ്ചയിക്കേണ്ടത്, അതിലൊരു പ്രയോറിറ്റി നിശ്ചയിക്കുന്നു. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഉടൻ ഈ നമുക്ക് എന്താ പറയുക സ്പോൺസർമാർ എന്ന് പറയും, അല്ലെങ്കിൽ പണം മുടക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ട് എന്നൊരു വ്യക്തത വരുത്തുക. അങ്ങനെ പരമാവധി പദ്ധതികൾക്ക് ആവശ്യമായ പണസമാഹരണം നടത്തുക. അതായത് ഇതൊരു അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം ഇതിനെ ആക്ഷേപിച്ചിട്ടുണ്ട്, ഇത് ശബരിമലയെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഇതൊരു ബിസിനസ് മീറ്റ് ആയിട്ട് എന്തുകൊണ്ട് ഇതിനെ പറയുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ സർക്കാർ നൽകുന്ന മറുപടി ഇതൊരു ബിസിനസ് മീറ്റ് അല്ല, പക്ഷേ ഇത് പിൽഗ്രിമേജ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഗമം എന്ന രീതിയിലാണ്. ഏത് പേരിട്ട് വിളിച്ചാലും അത് ശബരിമലയുടെ വികസനം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അതിനാവശ്യമായ പണം സമാഹരിക്കുക എന്നതാണ് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഏറെയുണ്ട്, അല്ലെ? ശൌചാലയങ്ങളുടെ അഭാവമുണ്ട്, റോഡുകളുടെ പ്രശ്നമുണ്ട്, അയ്യപ്പന്മാർക്ക് ഏറെ നേരം ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നു. അത് ചില തീർത്ഥാടന കാലത്ത് അത് മണിക്കൂറുകൾ കവിഞ്ഞു പോകുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളൊന്നും അതിലൊന്നും ശ്രദ്ധ ചെലുത്താത്ത സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതും കടന്ന് അതിനപ്പുറമുള്ള ഒരു വികസനം ഇപ്പോഴേ സ്വപ്നം കണ്ടുകൊണ്ട് ഒരു ബിസിനസ് മീറ്റാക്കി ഇതിനെ മാറ്റുന്നു. കുമ്മനം രാജശേഖരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുക, ആഗോളതലത്തിൽ ശബരിമല ഉയർത്തുക എന്നാണ് ലക്ഷ്യം. എന്തിനാണ് ശബരിമലയ്ക്ക് അങ്ങനെ ഒരു ഖ്യാതി? കാരണം ഇപ്പോൾ തന്നെ ശബരിമലയെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ ആരുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ പണ്ട് മുതലേ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ശബരിമലയെ മറ്റു തരത്തിലേക്ക് ഉയർത്തേണ്ട യാതൊരു സാഹചര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ പണം വാങ്ങിക്കൊണ്ട് ഭക്തരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തയെ കൊടുത്തതാണ്. പണം വാങ്ങിക്കൊണ്ട് അവരെ ഒരു കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 5 ദിവസം ശബരിമലയിൽ ഈ പ്രധാനപ്പെട്ട തീർത്ഥാടന സമയത്ത് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുക, അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക, അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ ഭക്തരെ ഇത്തരത്തിൽ രണ്ടായി ഡിവൈഡ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം കൂടി ഇതുമായി ബന്ധപ്പെട്ടില്ലേ? അങ്ങനെ ഒരു സങ്കല്പമല്ലല്ലോ ശബരിമലയിൽ എന്ന് പറയുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന വിശ്വാസികളെ ഭയങ്കരമായിട്ട് ഈ വിഷയം സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്ന തീർത്ഥാടകരുടെ വലിയൊരു തിരക്ക് കുറവ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ തിരക്കില്ല. നാളെ ഇനി നിയന്ത്രിച്ചുകൊണ്ട് മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ ഈ സമയത്ത് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന, അതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്ത ആളുകളൊക്കെ. അത് രഞ്ജിത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സർക്കാരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ്. സർക്കാർ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്നൊരു തോന്നൽ അയ്യപ്പന്മാർക്കുണ്ടോ? അതുകൊണ്ടാണോ അയ്യപ്പന്മാരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ്? ഇന്നലെ ഒരുപാട് നാളെ മുതലാണ് നല്ല തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 2 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂവിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ വെർച്വൽ ക്യൂ നോക്കുമ്പോൾ ഈ 2 ദിവസങ്ങളും 19, 20 തീയതികൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ അന്ന് ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞത് അങ്ങനെ നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയില്ല, ചില ക്രമീകരണങ്ങൾ വേണ്ടിവരും. കാരണം മുഖ്യമന്ത്രിയൊക്കെ വരുന്ന ഒരു ചടങ്ങാണ്, അതിനാൽ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമല്ല ഈ ദർശനത്തിന് പോകുന്ന വിശ്വാസികളെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരേക്ക് തടസ്സമുണ്ടാക്കാത്ത വിധമായിരിക്കും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ക്രമീകരണം എന്നുകൂടി പറഞ്ഞിരുന്നു. ശരി ശരി. ഇപ്പോൾ ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അയ്യപ്പന്മാരുടെ ഒരു പ്രതികരണം എന്താണെന്ന് കൂടി കേൾക്കേണ്ടതുണ്ട്. ഡാൻ കുര്യനുണ്ട്, ഒപ്പം ശശിനാരായണൻ ഞങ്ങളുടെ പ്രതിനിധികൾ. ഡാൻ, അയ്യപ്പന്മാരോട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്? ഇപ്പോൾ നോക്കുമ്പോൾ വളരെ ചുരുക്കം അയ്യപ്പന്മാർ മാത്രമേ ഇന്ന് ഉള്ളൂ. അവരുടെ അത് മലയാളികളാണെങ്കിൽ അവരുടെ പ്രതികരണം ഒന്ന് കിട്ടും.
തീർച്ചയായിട്ടും. അതായത് നേരത്തെ മഞ്ജുഷും രഞ്ജിത്തും സൂചിപ്പിച്ച പോലെ നാളെ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനാൽ അപ്രഖ്യാപിതമായി ഒരു നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് വാഹനങ്ങളടക്കം കടത്തിവിടുന്നതിൽ സുരക്ഷാ പരിശോധനകളടക്കം അതൊക്കെ നമുക്ക് പ്രകടമായിരുന്നു. പക്ഷേ എങ്കിലും ഇന്ന് ദർശനം തേടിയെത്തിയവരുടെ സാന്നിധ്യം അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയിരിക്കുന്ന ഒരു സംഘം അയ്യപ്പന്മാർ എന്നോടൊപ്പം ചേരുന്നു. എവിടുന്നാണ്? തിരുവനന്തപുരത്ത് എവിടെയാണ്? നമ്മൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര. എന്താ ഈ സമയം തിരഞ്ഞെടുക്കാൻ കാരണം? ദർശനത്തിൽ നമ്മുടെ മാസപൂജയ്ക്ക് കണക്കാക്കി വന്നതാണ്. എത്ര പേരുണ്ട് അവിടുന്ന്? നമ്മൾ 9-10 പേരുണ്ട്. 10 പേരുണ്ട്. ഈ സംഗമം നടക്കുന്ന കാര്യം അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. അപ്പൊ അത് നിങ്ങളുടെ അത് കാണാം എന്നൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നോ വന്നപ്പോൾ? ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനോട് എന്താണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് പോസിറ്റീവായിട്ട് നല്ലൊരു കാര്യമാണ്. ഓക്കെ. എന്താണ് പേര്? തിരുവനന്തപുരം തന്നെ. ഓക്കെ. അപ്പം ഇവിടുന്ന് കയറുകയാണ് അല്ലേ? അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ എന്തെങ്കിലും വാഹനങ്ങൾ നമ്മള് നിലയ്ക്കല് അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. അതെ, തിരക്കുകൊണ്ടല്ല, അല്ലാതെ ഈ നാളത്തെ ഈ പരിപാടിയുടെ ബന്ധപ്പെട്ട് തിരക്കുണ്ടായിരുന്നു. അതല്ലാതെ മറ്റു തടസ്സങ്ങളൊന്നും? വേറെ തടസ്സങ്ങളൊന്നും. അപ്പൊ നാളെ സ്റ്റേ ചെയ്ത് കണ്ടേ പോകുന്നുള്ളൂ നിങ്ങൾ? ഇത് കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. അപ്പം ശരി, എന്നാ സുഖമായൊരു ദർശനം സാധിക്കും. ഇവിടെ കൊച്ചു കന്നി അയ്യപ്പന്മാരൊക്കെ ഉണ്ട്. അവർ ഏറെ പ്രതീക്ഷയോടെ ശബരിമല ദർശനത്തിന് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയിരിക്കുന്ന അയ്യപ്പന്മാരാണ്. കന്നി അയ്യപ്പന്മാരുണ്ട്, മാളികപ്പുറങ്ങളുണ്ട്. എന്താ നിങ്ങളുടെ പേര്? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ശബരിമലയില്? ആദ്യമായിട്ടാ? ഓക്കെ. കന്നിമല. ഓക്കെ. എന്താ മക്കളുടെ പേര്? വാമിക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദർശനം സാധ്യമാകട്ടെ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കാഴ്ചകൾ. അവിടെ നിലയ്ക്കലിൽ ചില തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷാ പരിശോധന അടക്കം രാവിലെ മുതൽ വളരെ കർശനമാണ്. കാരണം പ്രമുഖരൊക്കെ എത്തുന്നതാണ് നാളെ ഇവിടേക്ക്. അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട പെരിയാർ ടൈഗർ റിസർവിന് നടുവിൽ ഉള്ള ഒരു ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന നിയന്ത്രണങ്ങളൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് എന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. എന്നോടൊപ്പം ശശി നാരായണൻ കൂടി ചേരുന്നു. ശശി, ഇവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിലവിലുണ്ടോ? എന്താണ് കഴിഞ്ഞ ദിവസം മുതൽ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട മറ്റ് എന്തെങ്കിലും പ്രത്യേക നിയന്ത്രണങ്ങളുണ്ടോ? നിലവിൽ അങ്ങനെ നിയന്ത്രണങ്ങളെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും വ്യക്തമാക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് അയ്യപ്പന്മാർക്ക് നിയന്ത്രണം കാരണം ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് പുറമെ സാധാരണ രീതിയിലുള്ള ദർശനം നടത്തുന്നതാണ്. പക്ഷേ നമ്മളിവിടെ കാണുന്ന കാഴ്ച കഴിഞ്ഞ 2 ദിവസമായി തിരക്ക് തീരെ കുറവായൊരു സാഹചര്യം ഉണ്ടായി. ഇത് വലിയ രീതിയിലാണ്. കാരണം സാധാരണ അയ്യപ്പന്മാർ ഈ മാസപൂജയ്ക്കൊക്കെ റെഗുലറായി വരുന്ന ആളുകൾ വന്ന് തൊഴുതിട്ട് പോകുന്നതാണ്. പക്ഷേ ഇന്ന് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തിരക്ക് കുറവാണ്. ആ തിരക്ക് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ നിയന്ത്രണം, അപ്രഖ്യാപിത നിയന്ത്രണം ഉണ്ടോ എന്ന കാര്യം നമ്മൾ സംശയിക്കേണ്ടി. ഒരുപക്ഷെ സെലക്ടഡ് ആളുകൾക്ക് വരാൻ കഴിയുകയുള്ളൂ എന്നൊരു സംശയമുണ്ടല്ലേ? തീർച്ചയായിട്ടും VIP അടക്കം വരുന്ന ആളുകൾ വരുന്നൊരു പ്രദേശത്തേക്ക് ചിലപ്പോൾ നമ്മളറിയാതെ ചില നിയന്ത്രണങ്ങൾ സർക്കാർ, അതായത് ഈ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ അതിന് അപ്പുറത്തേക്ക് ശബരിമല ദർശനത്തെ അത് ഒരു തരത്തിലും ഇതുവരെ ബാധിച്ചിട്ടില്ല. പക്ഷേ ഒരുപക്ഷേ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നാളത്തെ സംഗമം കൂടി കഴിഞ്ഞതിന് ശേഷം ദർശനം തേടിയാൽ മതി എന്ന് കരുതുന്ന ആളുകളും കാണും അല്ലേ? അതുകൊണ്ടായിരിക്കാം. തീർച്ചയായും ഇതിൽ സാധാരണഗതിയിൽ ഈ എല്ലാ മാസപൂജയ്ക്കും വലിയ രീതിയിൽ മലയാളികൾ അതുപോലെ തന്നെ അന്തർ സംസ്ഥാന തീർത്ഥാടകരൊക്കെ എത്തുന്ന സ്ഥലമാണ്. പക്ഷേ ഈ പ്രാവശ്യം ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഈ 2-3 ദിവസം ഇത് അനൗൺസ് ചെയ്തതിന് ശേഷം തീർത്ഥാടകർ തിരക്ക് വലിയ രീതിയിൽ കുറവുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള തീർത്ഥാടനത്തിലുള്ള നിയന്ത്രണം ഇവിടെയില്ല. മറിച്ച് എല്ലാവർക്കും സുഗമമായി ദർശനം നടത്താൻ കഴിയും. VIP-കൾക്ക് ഈ വരുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വരുന്ന VIP-കൾക്ക് മാത്രമല്ല സാധാരണ എല്ലാ ആളുകൾക്കും ദർശനം നടത്താൻ പറ്റുന്ന സാഹചര്യം ശബരിമലയുണ്ട്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ ഒരു സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ്. ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നിന്നുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഒരു ആളുകളുടെ, അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അടക്കമുള്ള ഒരു ആശയം സമീകരിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. തീർച്ചയായിട്ടും. ഏതായാലും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ത്രിവേണി പാലത്തിന് സമീപത്താണ്. അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരടക്കം ദർശനം തേടിയവരും ഇനി തേടാനുള്ളവരും പോകുന്ന കാഴ്ചകളുണ്ട്. സമയത്തിനകം നമുക്ക് ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം നമ്മളോടൊപ്പം ചേരുകയാണ്.
എങ്ങനെയാണ് അവസാനവട്ട ഒരുക്കങ്ങൾ? എന്താണ് നിലവിൽ ഏതാണ്ട് 100% വർക്കുകളും അതിൻ്റെ പൂർണ്ണതയിൽ വന്നിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തുന്ന ഡെലിഗേറ്റ്സിനെ, അയ്യപ്പ ഭക്തന്മാരെ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രത്യാശിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിൻ്റെ വഴിത്താരയിൽ ഒരു നാഴികക്കല്ലായി മാറും എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രധാനമായും ആഗ്രഹിക്കുന്നത് മാസ്റ്റർ പ്ലാൻ, അതിപ്പോൾ ഒരു ഇംപ്ലിമെൻറ്റ് സ്റ്റേജിലേക്ക് പൂർണ്ണമായി വന്നിട്ടില്ല. അങ്ങനെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരാശയം രൂപീകരിക്കുക, അടുത്ത ഘട്ടത്തിൽ അതിന് ഇംപ്ലിമെൻറ്റിംഗ് സ്റ്റേജിലേക്ക് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു സംശയം, അതായത് നമ്മൾ ഇവിടേക്ക് വരുന്ന വഴികളിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, അതോടൊപ്പം സർക്കാരുമായി ബന്ധപ്പെട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു പക്ഷേ നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവരെ ഇവിടേക്ക് ക്ഷണിച്ചിരുന്നു. ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നത് സർക്കാരിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു വൈഡർ അക്സെപ്റ്റൻസ് കിട്ടുമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദേവസ്വം ബോർഡ് ഒരു തീരുമാനം അജണ്ട വെച്ചെടുത്ത് ഗവൺമെൻറ്റിനെ അറിയിച്ചു. ഗവൺമെൻറ് സർവാത്മന സ്വാഗതം ചെയ്തു, ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പ്രോട്ടോക്കോൾ അടക്കമുണ്ട്. മറ്റ് സംസ്ഥാന മന്ത്രിമാരടക്കം അല്ലെങ്കിൽ ഡെലിഗേറ്റ്സ് മറ്റ് രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ സഹായം വേണം. കഴിഞ്ഞ മണ്ഡലമാരുടെ കാലം അടക്കം വിജയിച്ചത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു സഹായത്തോടുകൂടിയല്ലേ അല്ലേ? അപ്പോൾ അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യത്യസ്തമായി ഞാൻ കണ്ടില്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഈ പ്രതിപക്ഷ കക്ഷികളടക്കം പ്രത്യേകിച്ച് BJPയും ഒക്കെ അതിനെ രാഷ്ട്രീയമായി തന്നെ മറുപടി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പെട്ടെന്നാണോ ഇങ്ങനൊരു ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ സംസാരിക്കുന്നത് ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് രാഷ്ട്രീയമില്ല. ഞങ്ങൾ എല്ലാവരെയും, പ്രതിപക്ഷ നേതാവിനെ അടക്കം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. ദൗർഭാഗ്യകരമായി അവർ സഹകരിച്ചില്ല. അതുകൊണ്ട് രാഷ്ട്രീയമൊന്നും ഈ കാര്യത്തിൽ പറയുന്നതിൽ ഒരു രാഷ്ട്രീയം പറയും, അത് ശബരിമലയുടെ വികസന രാഷ്ട്രീയമാണ്. എല്ലാവരും കൈകോർത്ത് നിന്ന് ഇത് കേരളത്തിൻ്റെ അഭിമാനമാണ് ശബരിമല. ഇതിന് ലോകമെമ്പാടും അയ്യപ്പ ഭക്തന്മാരുണ്ട്. അവരെല്ലാം കൂടി കോർത്തിണക്കി ഒരു ആശയം രൂപീകരിച്ച് കാലാനുസൃതമായ മാറ്റം ശബരിമലയ്ക്ക് ഉണ്ടാവണം. ശബരിമലയിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ 147 കോടി രൂപയാണ് മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കലെ റോഡുകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ഞാൻ പങ്കിടുകയാണ് സന്തോഷകരമായ വാർത്ത. റോപ്പ് വേ, നമ്മുടെ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട് റോപ്പ് വേ നമ്മുടെ വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു മാസ്റ്റർ പ്ലാനകത്ത്. ഇന്ന് ദേശീയ വന്യജീവി ബോർഡിൻ്റെ ഒരു അനുകൂലമായ മിനിറ്റ്സ് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങളൊരു ബോർഡ് രൂപീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട്, റോപ്പ് വേയുമായി ബന്ധപ്പെട്ട് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ച് സ്പോട്ട് വിസിറ്റ് നടത്തി കഴിഞ്ഞാൽ ഒക്ടോബർ അവസാനത്തോടു കൂടി നമുക്ക് അതിൻ്റെ ഒരു കൺകറൻസ് കിട്ടും, ഒരു അംഗീകാരം കിട്ടും. 150 കോടിയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതെ, അതായത് ഇപ്പം നിലവിൽ ഏതാണ്ട് ഒരു 10,000 കോടി രൂപയുടെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെക്കുന്നു. അപ്പോൾ തന്നെ ഇതിൽ ഒരു പ്രായോഗികമായി ഉണ്ടാകാൻ ഇടയുള്ള വലിയൊരു തടസ്സം, ഇത് പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇനി അങ്ങോട്ട് വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ നടത്തുക എന്ന് പറയുന്നതിൽ പ്രായോഗികമായി ചില തടസ്സങ്ങൾ വരാൻ ഇടയിൽ. നോക്കൂ, ഈ പമ്പയും ഹിൽ ടോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഒരു സുരക്ഷാ പാലം വന്നു കഴിഞ്ഞാൽ അതൊരു അംഗീകാരം. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈപ്പവർ കമ്മിറ്റി ഉണ്ട്. ആ ഹൈപ്പവർ കമ്മിറ്റിക്ക് വിധേയമായി മാസ്റ്റർ പ്ലാന്റെ 4 അതിരുകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. ഇതിനൊരു ദോഷവുമില്ല. ഇപ്പോൾ കുന്നാറിൽ നിന്ന് 2ാം ഒരു പൈപ്പ് ലൈൻ വലിച്ച് ശുദ്ധജലം സന്നിധാനത്തെ കൊണ്ടുവരുന്നതിന് ഒരു എതിർപ്പും വരേണ്ട കാര്യമില്ല. മാസ്റ്റർ പ്ലാന്റെ ഭാഗം അതെല്ലാം. റോപ്പ് വേ വന്യജീവികൾക്ക് യാതൊരു ശല്യവും ഉണ്ടാക്കാതെ ചരക്കുകൾ, ഇപ്പോൾ ട്രാക്ടറൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഡോളി നമുക്ക് വേണം അത്യാവശ്യം വേണമെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് ആ രൂപത്തിൽ വന്യജീവികൾക്ക് ഒരു സ്വൈര്യമായി ജീവിക്കുന്നതിന് തടസ്സമുണ്ടാകാത്ത രൂപത്തിൽ റോപ്പ് വേ വരുന്നതിന് തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിലവിലുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിന് തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ പരിസ്ഥിതി സൗഹാർദ്ദമായി ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി എത്ര മണിക്കാണ്? മുഖ്യമന്ത്രി ഇന്ന് എപ്പോഴാണ് ഇവിടേക്ക് എത്തുമോ? എങ്ങനെയാണ്? ഞങ്ങളിപ്പോൾ അറിയുന്നത് അദ്ദേഹം രാത്രിയിൽ ഇന്ന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വിശ്രമിക്കുന്നു. രാവിലെ പങ്കെടുക്കുന്ന രൂപത്തിലാണ്. സമയക്രമം 10:30 തന്നെയാണ് ഉദ്ഘാടനം. കഴിവതും 10 മണിക്ക് തന്നെ ആരംഭിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ജീവനക്കാരുടെ യോഗം, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ യോഗം എല്ലാം ചേർന്ന് നമ്മുടെ ഈ മെയിൻ വെന്യൂ തന്നെയാണോ ഈ സെഷനുകളൊക്കെ നടക്കുന്നത്? അല്ല, നമ്മൾ സെഷൻ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ മെയിൻ വെന്യൂ നടക്കുന്നത് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. 2ാമത്തെ വെന്യൂ നടക്കുന്നത് നമ്മുടെ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 3ാമത്തെ സെഷൻ നടക്കുന്നത് പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട. ഒരേ സമയത്താണോ? 3 സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുകയാണ്. അതിന് പ്രത്യേകം ഡെലിഗേഷനുകൾ തിരിച്ചിട്ടുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക ഫോം കൊടുക്കും. ഈ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ശബരിമലയെ ഒരു ആഗോള
പുണ്യ തീർത്ഥാടനക്കെതിരെ മാറ്റാൻ ആവശ്യമായ നിർദ്ദേശം തരാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിക്കും അവരെ. ഒരു മറ്റൊരു സംശയം, മറ്റേ 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവർ നമ്മുടെ രാജ്യക്കാരാണോ അതോ വിദേശികൾ തന്നെയാണോ? അല്ല, രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ രണ്ടും ഉണ്ടാകും കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണം. ഓക്കെ, തീർച്ചയായിട്ടും. അത്തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി കൂടി ഇന്ന് രാത്രി ഇവിടേക്ക് എത്തും. നാളെ രാവിലെ 10 മണിക്ക് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ ശബരിമലയിൽ പമ്പയ്ക്ക് സമീപം തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം തന്നെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ സംസാരിച്ചത്. പക്ഷേ നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഉദ്ദേശിച്ചിരുന്നത് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ അയ്യപ്പ സംഗമം അവർ പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, അവരൊരു എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. സുരേഷ് ഗോപിയെ വീട്ടിൽ പോയി ക്ഷണിച്ചു, അതായത് പ്രതിപക്ഷ നേതാവിനെ പോയി ക്ഷണിച്ചു. അപ്പൊ എല്ലാവരെയും ചേർത്തുള്ള ഒരു ശബരിമല വികസനം എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു. പക്ഷെ അത് കുറച്ചൊക്കെ ഒന്ന് നെഗറ്റീവായി മാറിയതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലായിടത്തു നിന്നുള്ള പ്രാതിനിധ്യം, അത് ഞാൻ അയ്യപ്പന്മാരുടെ കാര്യത്തിലല്ല പറയുന്നത്, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം കൂടി, അവിടുത്തെ ഭരണ നേതൃത്വം കൂടി വരണം എന്നുള്ള ആഗ്രഹം സർക്കാരിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് പോയി ക്ഷണിച്ചത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ വന്നില്ല എങ്കിൽ പോലും 2 മന്ത്രിമാരെ അയക്കുന്നുണ്ട്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങനെയല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മന്ത്രിമാർ ഇല്ല, പ്രതിനിധികളായിട്ട് വരുന്നില്ല എന്നതുണ്ട്. കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നത് ആന്ധ്ര, തെലുങ്കാന, അതുപോലെ തന്നെ കർണാടകം, ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് മന്ത്രിമാർ വരും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് സാധിക്കാതെ പോയത്? നേരത്തെ രഞ്ജിത്ത് തന്നെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, അതൊന്ന് വിശദമായിട്ട് കേൾക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടുതലായി പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും അടക്കം നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പലപ്പോഴും നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു. കുറെ ആളുകളെ ദേവസ്വം പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ പങ്കെടുക്കുമെന്നുള്ള ആത്മവിശ്വാസം സർക്കാർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ലിസ്റ്റിൽ ഒക്കെ അവരുടെ പേരുമൊക്കെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു. ഇപ്പോൾ അന്തിമ ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ മാത്രമാണ്, 1-2 മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു മന്ത്രിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും ഉറപ്പ് വന്നിരിക്കുന്നത്. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് ആന്ധ്ര, തെലങ്കാന, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഒപ്പം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല എന്നിപ്പോൾ സർക്കാരിനെ ഏറ്റവും അവസാന നിമിഷം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹൈന്ദവ സംഘടനകൾ, ഒപ്പം BJP ഉയർത്തിയ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും സംശയങ്ങളുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ പങ്കെടുക്കാത്തത് എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അവർക്കും ഈ വിഷയത്തിൽ പങ്കെടുത്താൽ എന്താകുമെന്ന കാര്യത്തിൽ, അതായത് നമുക്കറിയാം ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും അയ്യപ്പ ഭക്തർ സംസ്ഥാനത്തേക്ക് ഈ ശബരിമലയിലേക്ക് എത്തുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ അനവധി ആളുകളാണ് ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ മലയാളികളെക്കാൾ കൂടുതൽ ഈ ഭക്തർ തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സംശയം ഭക്തരിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സംസ്ഥാനങ്ങളുടെ പ്രതികൾ പങ്കെടുക്കാത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഇതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ്. അതായത് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ കൂടി ഇത്തരം ആളുകൾ പങ്കെടുക്കാത്തതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ NSS അവരുടെ ഭാഗത്ത് നിന്ന് പ്രതിനിധി അയക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. SNDPയുടെ ഭാഗമായി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് ചില ശാരീരിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. മലയാര സഭ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മലയാര സഭ നമുക്കറിയാം ഇവിടെ ഏറ്റവും പ്രധാനമായും ശബരിമലയുമായി ആചാരങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സമുദായമാണ്. നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് 3800ഓളം പ്രതിനിധികൾ ഈ സംഗമത്തിൽ പങ്കെടുക്കും. അതിൽ കൂടുതൽ ആളുകളും നേരത്തെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് പങ്കെടുക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അവരിൽ ഈ 5000ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തതിൽ നിന്ന് 3800ഓളം ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ്. ഇതുകൂടാതെ 500ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, അത് മലയാളികളായിരിക്കും കൂടുതലായും, അവരെയും പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത കൂടുതലായി ഇനിയിപ്പോൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അയ്യപ്പ സംഗമത്തിനെതിരെ നടക്കുന്ന വിമർശനം അതിപ്പോഴും തുടരുന്ന വിമർശനമാണ്. 2019 യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട്, ആ കടുംപിടുത്തം, സുപ്രീം കോടതി വിധി നടപ്പാക്കിയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾക്ക് എതിർ നിന്നത്, ആ കാര്യമാണ് ഇപ്പോഴും വിമർശന വിധേയമാകുന്നത്. അല്ലേ? ഇപ്പോഴും അത് തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെയും വലിയ എതിർപ്പിന് കാരണമായി ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ ഇപ്പോഴും സർക്കാർ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ അത് വിശദീകരിച്ച് സർക്കാർ വഷളാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. അത് യുവതീ പ്രവേശനത്തിന് അനുകൂലമാണോ അല്ലയോ എന്നുള്ള കാര്യം ഒളിച്ചുകളി ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. യുവതീ
പ്രവേശനത്തെ അനുകൂലിക്കുന്ന VS സർക്കാർ സത്യവാങ്മൂലമാണ് ശരിയെന്ന് കോടതിയിൽ പറഞ്ഞത് മറച്ചുവെച്ചാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മന്ത്രി അടക്കം പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. നിയമസഭയെ പോലും മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നത്. വിശ്വാസികൾക്ക് ഒപ്പമാണ് സർക്കാർ എന്ന് കാണിക്കാനുള്ള അടവ് നയത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ നിയമസഭയിൽ നൽകിയ മറുപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളത്. മഞ്ജുഷ് ഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. കേരളത്തിൽ നിന്നും അതുപോലെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തി അങ്ങനെ ശബരിമലയുടെ ഭാവിയിലേക്കുള്ള സമഗ്ര വികസനം സാധ്യമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലൂടെയാണ് അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നത്. ഇതാണ് സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ലക്ഷ്യം. അതിനിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യങ്ങളും ചർച്ചയ്ക്ക് വരാതിരിക്കാൻ, പ്രത്യേകിച്ച് ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ജാഗ്രത, അത് അയ്യപ്പ സംഗമത്തിലും അതെ, അതുപോലെ തന്നെ പുറത്തും അത്തരത്തിലുള്ള മറ്റ് ചർച്ചകൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ജാഗ്രത സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട്. അതിന് പ്രത്യക്ഷത്തിലുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം, അതായത് മിനിയാന്ന് നിയമസഭയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ നൽകിയ മറുപടി. ചോദ്യം ഇതായിരുന്നു: 2011-16 കാലഘട്ടത്തിൽ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അന്നത്തെ സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരുന്ന സത്യവാങ്മൂലം അത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ളതായിരുന്നു. അതിൽ 2016-21 കാലഘട്ടത്തിൽ പിണറായി സർക്കാർ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നായിരുന്നു. ഇല്ല എന്നുള്ള മറുപടിയാണ് ദേവസ്വം മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചത്. അതിൽ പല പൊരുത്തക്കേടുകളുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2011-16 കാലഘട്ടത്തിലെ സർക്കാരിന്റെ നിലപാടായിരുന്നില്ല ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ 2016-2021 പിണറായി സർക്കാരിന് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമാത്രമല്ല 2007 VS അച്യുതാനന്ദൻ സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം, അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ആ നിലപാടിനൊപ്പമായിരുന്നു പിണറായി സർക്കാർ എന്ന കാര്യത്തിലും സംശയമില്ല. അത് 2018 സുപ്രീം കോടതിയുടെ വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അത് 28-ാം പേജ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട്, ജസ്റ്റിസ് ദീപക് മിശ്രയുടെ വിധിയുടെ 28-ാം പേജ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുവാനും കഴിയും. അതിൽ പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാരുകൾ ഭരണം മാറി മാറി വന്നപ്പോൾ സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ മാറിയിട്ടുണ്ടല്ലോ എന്ന്. അതൊരു വിമർശന വിധേയമായിട്ടായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത്. അക്കാര്യം വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട്, 2016 ഫെബ്രുവരിയിൽ, അതായത് പിണറായി സർക്കാരിന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന സമയത്ത് ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ. അത് യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ അതിനുശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ സമയത്ത് 2016, അതായത് അതേ വർഷം തന്നെ നവംബർ മാസത്തിൽ സുപ്രീം കോടതി നിലപാട് ആരാഞ്ഞിരുന്നു. അപ്പോൾ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് 2007 VS സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം എന്താണോ അതാണ് ശരിയെന്നാണ്. അതായത് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം. അതായത് 2016-2001 സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അതുതന്നെയായിരുന്നു. അതിനു മുൻപുള്ള LDF സർക്കാരിന്റെ അതേ നിലപാട് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ സർക്കാർ ഇത് ഒളിച്ചുവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്? സാങ്കേതികമായിട്ട് ചിലപ്പോൾ ഉന്നയിക്കാമായിരിക്കും, അതൊരു സത്യവാങ്മൂലമായിട്ട് നൽകിയതല്ല, നിലപാട് അറിയിച്ചതാണ് എന്നൊക്കെ. പക്ഷേ LDF സർക്കാരിന്റെ, അതായത് VS സർക്കാരിന്റെ സത്യവാങ്മൂലത്തെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടും അത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ വിഷയം പൊതു മധ്യത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിലും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളുടെ ഇടയിലുമൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായി പറയാതെ തന്നെ അത് വിശ്വാസികൾക്കൊപ്പമാണ്. അതേസമയം നവോത്ഥാന സംഘടനകളുടെ ഇടയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് നവോത്ഥാന മൂല്യങ്ങൾക്ക് അനുകൂലമാണ്. അവിടെ സ്ത്രീ പുരുഷ ഭേദം ഇല്ല സംസ്ഥാന സർക്കാരിന്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നു എന്ന ഒരു നിലപാട് കാണിക്കുന്നതിന് വേണ്ടി ഈ വിഷയം ചർച്ചയിൽ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ആ നിലപാടെടുക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകാതിരിക്കാൻ 2019 അനുഭവം വെച്ചുകൊണ്ട് തന്നെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് സർക്കാർ. അതായത് ഇക്കാര്യത്തിൽ കൃത്യമായ ഒളിച്ചുകളി തുടരുകയാണ്. അത് രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ദേവസ്വം മന്ത്രി നിയമസഭയിൽ കൊടുത്തപ്പോൾ പോലും വാസ്തവ വിരുദ്ധമായ കാര്യം നിയമസഭയെ അറിയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനെതിരായിട്ട് UDF MLA മാർ പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സംഘപരിവാർ സംഘടനകളും BJPയും ഒക്കെ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാട് പറയാത്തത്? പറയണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പക്ഷേ സർക്കാർ അതിൽ വീണിട്ടില്ല. യുവതീ പ്രവേശനം ഒരു വിഷയമേ അല്ല. അക്കാര്യം ഇവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ട ആവശ്യമില്ല. ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അതെല്ലാം അയ്യപ്പ സംഗമം കഴിയട്ടെ, അതിന് മറ്റൊരു അജണ്ടയാണുള്ളത്, അത് ശബരിമലയുടെ വികസനം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട്
മറ്റെല്ലാ വിമർശനങ്ങളെയും പ്രതിരോധിക്കുന്ന സംസ്ഥാന സർക്കാരിനെ കാണുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ വിഷയം മുന്നോട്ട് അയ്യപ്പ വിശ്വാസികൾക്കിടയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ. പക്ഷേ അതിൽ വീഴുന്നില്ല സംസ്ഥാന സർക്കാർ. പക്ഷേ അതിനിടയിലും ഇരട്ടത്താപ്പ് വ്യക്തമാണ്. ഒരേ സമയത്ത് തന്നെ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമാണെന്നും അതേ സമയത്ത് തന്നെ ഞങ്ങൾ നിലപാടിൽ ശബരിമല വിശ്വാസികൾക്കൊപ്പമാണ്, അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അതേ സത്യവാങ്മൂലം തന്നെ ഇപ്പോഴും സുപ്രീം കോടതിയിൽ പിന്തുടരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇരട്ടത്താപ്പ് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം അത്രയേറെ വിമർശനങ്ങൾ അയ്യപ്പ വിശ്വാസികളോട് സംസ്ഥാന സർക്കാരിനും CPM-നുമുള്ള നിലപാടിനെക്കുറിച്ച് അത്രയേറെ വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒളിച്ചുകളികൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പമ്പയിൽ നിന്ന് മഞ്ജുഷ് ഗോപാൽ. യുവതീ പ്രവേശന വിഷയം മാത്രമല്ല, ഇപ്പോൾ സ്വർണ്ണപ്പാളി വിഷയം കൂടി ഇവിടെ അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട്. കാരണം ഈ സ്വർണ്ണപ്പാളികൾ അത് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയപ്പോൾ ഉള്ള പ്രശ്നം, അതുപോലെ തന്നെ 2019 സ്വർണം പൂശിയപ്പോൾ ഉണ്ടായ പ്രശ്നം, ആ സമയത്ത് അതിന്റെ ഭാരം കുറഞ്ഞു, ആ കാര്യം കണ്ടുപിടിച്ചു. അപ്പോൾ ഇതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും എതിരെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാക്കിയാണ്. കൊൽമേൽ ഗുരു എന്ന് പറയുന്ന പോലെ 2019 പ്രശ്നമാണെങ്കിലും ഈ സമയത്ത് ഈ വിവാദം എങ്ങനെ ഉയർന്നു എന്ന കാര്യത്തിൽ വളരെ അസ്വസ്ഥത ദേവസ്വം ബോർഡിനും മറ്റുമുണ്ട്. ഇതുമായി സംബന്ധിച്ച് ഹൈക്കോടതി ഉന്നയിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിന് കൃത്യമായ മറുപടി പറയുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡിന്റെ മുമ്പിലുണ്ട്. സ്പോൺസറുമായി ബന്ധപ്പെട്ടും ചില ദുരൂഹതകളുണ്ട്. അതൊക്കെ പക്ഷേ ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. പക്ഷേ അതിൽ സർക്കാരിന് ഒരു പിടിവള്ളിയായത് ഇക്കാര്യം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ തന്നെ അത് കോടതി അലക്ഷ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് നിയമസഭയിൽ അതിന് മറുപടി നൽകേണ്ടി വന്നില്ല. പക്ഷേ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചത് ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആഗോള അയ്യപ്പ സംഗമത്തിനിടയിൽ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് സർക്കാർ പറയുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിനിടയിൽ ശബരിമലയിലെ സ്വത്തുക്കൾ അത് ഏത് രീതിയിലാണ് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താവായി ആരെല്ലാം മാറുന്നു എന്ന ഒരു വിഷയം, അത് വിശ്വാസികളുടെ വികാരത്തെ വളരെ കാര്യമായി സ്വാധീനിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. കാരണം അത്രത്തോളം അവർ പ്രാധാന്യത്തോടെ കാണുന്ന പല വിഷയങ്ങളിലുമാണ് ഈ സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് മറുപടി പറയാൻ പറ്റാത്തത്, ഒളിച്ചുകളി തുടരുന്നത് എന്നുള്ളതും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരു കീർത്തിയെ അല്ലെങ്കിൽ അവർ വിചാരിച്ച ഒരു ലക്ഷ്യത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അത് സ്വർണം നഷ്ടപ്പെടാൻ ഇടയാക്കിയത് അത് സംസ്ഥാന സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സംശയം വരികയാണ്. അതൊക്കെ ഈ അയ്യപ്പ സംഗമം നടക്കുന്ന ഈ സമയത്ത് അത് സർക്കാരിന് മറുപടി നൽകേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അയ്യപ്പ സംഗമം കഴിയട്ടെ, ഇതിന്റെ അജണ്ട അതൊന്നുമല്ല, ഇത് ശബരിമലയുടെ വികസനം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാ വിവാദങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള ശ്രമം നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നിയമസഭയിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ്, അതിലേക്കൊന്ന് പോയി വരാം. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കടത്തിക്കൊണ്ടുപോയി പിന്നീട് അത് പരിശോധിക്കുമ്പോൾ 4 കിലോയോളം കുറവ് വന്നു. ഈ വിഷയമാണ് റൂൾ 50 നോട്ടീസായി ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ നോട്ടീസ് പരിഗണിക്കുമ്പോൾ തന്നെ സ്പീക്കർ പറഞ്ഞത് ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, ഇത് ചർച്ച ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണ്, സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല നിലപാട്, നോട്ടീസ് പരിഗണിക്കാൻ പോലും കഴിയില്ല നിലപാട് സ്പീക്കർ സ്വീകരിച്ചു. വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. എന്തുകൊണ്ടാണ് നേരത്തെയും ഇത്തരം കീഴ്വഴക്കങ്ങൾ, കോടതികളുടെ പരിഗണന വിഷയങ്ങൾ സഭ ചർച്ച ചെയ്ത കീഴ്വഴക്കങ്ങളുണ്ട്, ഇത് മാത്രം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. സർക്കാർ നിലപാട് പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിറങ്ങിപ്പോവുകയും ചെയ്തു. ഈ വിഷയം ശബരിമലയിലെ അയ്യപ്പ സംഘവുമായാണ് പ്രതിപക്ഷം കൂട്ടിച്ചേർക്കുന്നത്. അതായത് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തുന്നു, എന്നാൽ അയ്യപ്പന്റെ സ്വർണം കാണാതെ പോയ സംഭവമുണ്ട്, കട്ടുകൊണ്ടുപോയ സംഭവമുണ്ട്. അതിൽ കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും ചെയ്യുന്നത്. ആ സ്വർണം എവിടെ പോയി, എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് മറുപടി പറയും വരെ അയ്യപ്പ സംഗമത്തിൽ വിശ്വാസികൾ പങ്കെടുക്കരുതെന്നൊരു നിർദ്ദേശം കൂടി പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. അദ്ദേഹം അത് പറയുന്നത് 3 കാര്യങ്ങൾ, അയ്യപ്പ സംഗമത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കുകയല്ല, ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. 3 ചോദ്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്താണ് സർക്കാർ നിലപാട്, നേരത്തെ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ, ഇപ്പോൾ ഈ ഭരണത്തിന്റെ 10ാം വർഷത്തിലാണോ ശബരിമല മാസ്റ്റർ പ്ലാനെ പറ്റി സർക്കാർ ആലോചിക്കുന്നത്, മുതിർന്ന നേതാക്കൾക്കെതിരെ അടക്കമെടുത്ത കേസുകൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ട്, അത് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നത്, ബഹിഷ്കരിക്കാൻ തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ 3 ദിവസം തുടർച്ചയായി സഭയിൽ റൂൾ 50 നോട്ടീസ് ചർച്ച ചെയ്ത് അവിടെ പമ്പയെ പരാജയപ്പെട്ടതിന്റെ ക്ഷീണം, ജാള്യത മറയ്ക്കാൻ
സംഗമം നന്നായി നടക്കുമ്പോൾ അത് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതിനെ ജാള്യത ഇല്ലാതാക്കാനുമാണ് പ്രതിപക്ഷം ഇന്ന് ഇത്തരമൊരു ഒരിക്കലും അംഗീകരിക്കില്ല, അനുമതി ലഭിക്കില്ലെന്ന് ഉറപ്പായ വിഷയം റൂൾ 50 നോട്ടീസായി കൊണ്ടുവന്നതെന്നാണ് പാർലമെന്ററി കാര്യ മന്ത്രി എം ബി രാജേഷും നിയമമന്ത്രി പി രാജീവും സഭയിൽ വ്യക്തമാക്കിയത്. പ്രതിപക്ഷത്തിന് ശക്തമായ വിമർശനം അവർ ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ദേവസ്വം മന്ത്രി വി എൻ വാസവനും ശബരിമലയിൽ അയ്യപ്പ സംഗമത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നത് മാത്രമാണ് അതിലെ കുറവ്. അതിൽ ആ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കാത്തതിനെ ദേവസ്വം മന്ത്രി വിമർശിച്ചു. ഏതായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കാണാതെ പോയത് വർഷങ്ങളെ പഴക്കമുള്ള കേസാണ്. കോടതി 2019 നടപടി ആരംഭിച്ച വിഷയമാണ്. അതിൽ സർക്കാർ അന്വേഷണം നടത്തുകയാണെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഈ വിഷയം കൂടി അയ്യപ്പ സംഘവുമായി ചേർത്ത് വെച്ചാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. വരും ദിവസങ്ങളിലും ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തതിനൊരു കാരണമായിട്ട് പ്രതിപക്ഷം ഇപ്പോൾ സ്വർണ്ണപ്പാളി വിവാദം കൂടി ഉന്നയിക്കുകയാണ്. കാരണം ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണ്ണപ്പാളികൾ കട്ടുകൊണ്ടുപോയി അവരോടൊപ്പം ചേർന്ന് ഇങ്ങനൊരു അയ്യപ്പ സംഗമത്തിൽ ഇല്ല എന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം അതും ഇപ്പോൾ UDF ഉന്നയിക്കുന്നുണ്ട്. അതിപ്പോൾ നിയമസഭയിൽ കാണുകയും ചെയ്തു. ഏതായാലും മഞ്ജുഷ, ഈ ശബരിമലയിൽ ഇത്രയും നാൾ ഈ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ടൂറിസം സർക്യൂട്ട് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന് ചില പദ്ധതികളുണ്ട്, ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഉപരിയായി ഈ ഭക്തരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു വികസന ആശയം എന്നുള്ള സർക്കാരിന്റെ കൺസെപ്റ്റ് അത് വളരെ നല്ലതാണ്, സംശയമില്ല. ദേവസ്വം ബോർഡും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ശബരിമലയുടെ വികസനം നമ്മുടെയൊക്കെ വല്ലാത്ത ആഗ്രഹമാണ്. ഇവിടുത്തെ ഭക്തർക്ക് അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും വേണം. വന്നു പോകുന്ന ലക്ഷോപലക്ഷം ആളുകൾക്ക് സംതൃപ്തിയോടെ അയ്യനെ കണ്ട് ഇറങ്ങിപ്പോയി ദർശനം നടത്തി സുഖമായി പോകാൻ എല്ലാ സൗകര്യം വേണം. കുടിവെള്ളം വേണം, അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, റോഡ് വികസനം വേണം, അങ്ങനെ അവർ യാത്രാ സൗകര്യം വേണം. അവരാഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും വേണം. അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഖ്യാതി കേട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ശബരിമല എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനനുസരിച്ചുള്ള വികസനമില്ല എന്നുള്ള പരാതിക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇത്തരം സംരംഭങ്ങൾ നല്ലതാണ്. പക്ഷെ അതെങ്ങനെ അത് പ്രാവർത്തികമാക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒറ്റ ദിവസത്തെ ചർച്ചയിൽ ഇത്രയും കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയും അത് ക്രോഡീകരിച്ച് ഒരു രൂപരേഖയാക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയല്ല, അത് ഭാവിയിലേക്ക് അത് ഗുണകരമായ രീതിയിൽ അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് എങ്കിൽ അത് നല്ലതാണ്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമായിട്ട് തീരുമെന്നതിൽ സംശയമുണ്ട്. പക്ഷെ ഇപ്പോൾ സർക്കാർ പറയുന്നത് ഞങ്ങളുടെ മുന്നിൽ ഒറ്റ അജണ്ടയേ ഉള്ളൂ, അത് വികസന അജണ്ടയാണ്, അത് ശബരിമലയുടെ വികസനത്തെക്കുറിച്ചുള്ള അജണ്ടയാണ്. ആ ചിന്ത മാത്രമേ ഉള്ളൂ. അത് വിശ്വാസികളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളതായിരിക്കും. പിന്നെ അതിന് തടസ്സങ്ങളുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുടെ തടസ്സമുണ്ട്, അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് അനുമതി കിട്ടേണ്ടതുണ്ട്. ഇതൊക്കെ ഉണ്ട് മുന്നിൽ. പക്ഷേ അതൊക്കെ നേടിയെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത്. ഏതായാലും ഈ ചർച്ചകൾ 3 സെഷനായി നടക്കുന്ന ചർച്ചകൾ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞ ആശയങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കുന്നതിന്റെ പ്രായോഗിക സംവിധാനങ്ങൾ കൂടി ഏതായാലും പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ സംരംഭത്തെ നമ്മൾ ആ തരത്തിൽ പ്രശംസിച്ചേ മതിയാകൂ. അതൊരു ശ്രമമാണ്. ആ ശ്രമം മാത്രത്തിൽ വിജയിച്ചാൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ അഭിമാനമായ ഈ ക്ഷേത്രത്തിന് അവിടെ വരുന്ന ഭക്തർക്ക് എല്ലാ ഗുണങ്ങളും ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാളെ അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണം ന്യൂസ് 18 ഉണ്ടാകും. വിശദമായി ചർച്ചകളുടെ വിവരങ്ങളും പ്രേക്ഷകരിൽ എത്തിക്കാം. എന്തായാലും ഇന്ന് നിർത്തുകയാണ്. അയ്യപ്പ സംഗമത്തിന് പമ്പ ഒരുങ്ങുകയാണ്.